നമസ്കാരം. മൂവാറ്റുപുഴ ന്യൂസിന്റെ സ്പീഡ് 70 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൂവാറ്റുപുഴ ഉപജില്ലാ കായികമേളയ്ക്ക് തുടക്കമായി. നഗരസഭാ ചെയർമാൻ PP എൽദോസ് ഉദ്ഘാടനം ചെയ്തു. കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച്. മൂവാറ്റുപുഴയിൽ കിഴക്കൻ മേഖല പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. ആയവന പഞ്ചായത്തിൽ ക്ഷീരകർഷകർക്ക് കാലിത്തീറ്റ സബ്സിഡി നൽകി. മൂവാറ്റുപുഴ ഉപജില്ലാ കായികമേളയ്ക്ക് തിരിതെളിഞ്ഞു. മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മൂവാറ്റുപുഴ ഉപജില്ലാ കായികമേളയ്ക്ക് തുടക്കമായി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു കായിക മാമാങ്കത്തിന്റെ ദീപശിഖ ഏറ്റുവാങ്ങി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അബ്ദുൽ സലാം പതാക ഉയർത്തി. തുടർന്ന് നഗരസഭാ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ PP എൽദോസ് കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കിഴക്കൻ മേഖല പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ച് കേരള ജേർണലിസ്റ്റ് യൂണിയൻ. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഈ മാസം 16-ന് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം മൂവാറ്റുപുഴയിൽ കിഴക്കൻ മേഖല പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ BTH ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ജോഷി അറക്കൽ ഉദ്ഘാടനം ചെയ്തു. ക്ഷീരകർഷകർക്ക് സബ്സിഡി നൽകി. ആയവന പഞ്ചായത്ത് ജനകീയാസൂത്രണം 2024-25 പദ്ധതിയുടെ ഭാഗമായി ക്ഷീരകർഷകർക്ക് കാലിത്തീറ്റ സബ്സിഡി നൽകി. കാലിത്തീറ്റ വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുർമി അജേഷ് നിർവഹിച്ചു. ഭൂമി തരം മാറ്റൽ അദാലത്തുകൾ സംഘടിപ്പിക്കും. കേരള തണ്ണീർത്തട സംരക്ഷണ നിയമ ഭേദഗതി പ്രകാരം ഭൂമി തരം മാറ്റത്തിന് ഓഗസ്റ്റ് 31 വരെ സമർപ്പിച്ചിരിക്കുന്ന അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് താലൂക്ക് അടിസ്ഥാനത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കും. പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. വിവരങ്ങൾ അറിയുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കേണ്ടതാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ താലൂക്കിലെ സ്കൂൾ കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾക്കായി സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ആസ്പദമാക്കി പ്രസംഗ പ്രബന്ധരചന മത്സരങ്ങൾ സംഘടിപ്പിക്കും. ആരക്കുഴ റോഡിലുള്ള ഓഫീസിൽ 14-നാണ് മത്സരങ്ങൾ നടക്കുന്നത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.